ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ അച്ചാറാണ്. കാരക്കയും ഉണക്കമുന്തിരിയും പുളിയും ചേർത്താണ് ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. എരിവും പുളിയും മധുരവും ചേർന്ന ഈ അച്ചാറിന് വളരെ രുചിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ അച്ചാറിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് പുളിയും 1 കപ്പ് ഉണക്കമുന്തിരിയും 1 കപ്പ് കാരക്കയും എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരക്കയുടെ കുരുവൊക്കെ ഒന്ന് കളയാം. ഒരു പ്രത്യേക കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അത് കമൻ്റ് ഇടാനും മറക്കരുതേ. ഇപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി അരച്ചെടുക്കാം. ഇതിന് മുമ്പ് തന്നെ ഇതെല്ലാം നല്ലവണ്ണം കഴുകിയെടുക്കണം. കാരക്ക നമ്മളിങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞു. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇത് പുളിയും മുന്തിരിയും ഇങ്ങനെ അരച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. വേറൊന്നും കറിയില്ലെങ്കിലും ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ണാൻ കഴിയും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ അച്ചാറിന്. ഈ അച്ചാർ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വേണമെങ്കിൽ നമുക്കിത് ഒന്നായിട്ട് ഒരുമിച്ച് തന്നെ ഒരു ജാറിലിട്ട് അരച്ചെടുക്കാം. മുന്തിരി നമുക്ക് ഈ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മൂന്നും നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഉരുട്ടി യോജിപ്പിച്ചാൽ മതി. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായതിനു ശേഷം 2 സ്പൂണ് നല്ലെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിയതിനു ശേഷം നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ് 1 സ്പൂണ് ചേർക്കാം. ശേഷം 2 വലിയ സ്പൂണ് കാശ്മീരി മുളകും ചേർത്ത് ഒന്ന് ഇളക്കാം. ആ വെളിച്ചെണ്ണയ്ക്ക് ഇടുന്നൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ച കാരക്ക മുന്തിരി പുളി കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. നമുക്ക് ഈ അച്ചാറിൻ്റെ ഈ കൂട്ടൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മിക്സാക്കാം. നമുക്കിതിലേക്ക് 4 ഉണക്കമുളക് പൊട്ടിച്ചിടാം. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി മാത്രമേ നാം ഇതിൽ വെള്ളമായിട്ട് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിന് കുറച്ച് വെള്ളമയം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറിയ തീയിലിങ്ങനെ വേവിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാണുമ്പോൾ തന്നെ കൊതിയൂറുന്ന ഈ അച്ചാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ചോറിന് മാത്രമല്ല, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൂരി, ഭട്ടൂര, പൊറോട്ട തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭവങ്ങൾക്കും ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരാം.